ഇതൊന്നും ശ്രീകണ്ഠനാരായണൻ അയാളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കാരണമായി മാറുന്നില്ല. ദൈവധർമ്മവും മറ്റുള്ളവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ് പതിവാണ്. ശ്രീജിത്ത് എന്ന പേരുള്ള സീനിയറായ റിപ്പോർട്ടർ അതേപടി നടക്കുമെന്ന് കരുതിയാണ് പറഞ്ഞത്. വാസ്തവത്തിൽ അത് ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമായി എനിക്ക് തോന്നിയില്ല. മാത്രമല്ല ശ്രീകണ്ഠനാരായണൻ വ്യക്തിപരമായി എത്ര അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ശ്രീകണ്ഠനാരായണൻ വാർത്ത കണ്ടെത്തുന്ന രീതിയോട് എതിർപ്പുണ്ടെങ്കിലും ശ്രീകണ്ഠനാരായണൻ വിമർശിക്കുന്നവരെയൊക്കെ കൂട്ടിക്കെട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനുള്ള ശ്രീകണ്ഠനാരായണൻ രീതി എതിർക്കപ്പെടേണ്ടതാണെങ്കിലും ഒരു എഡിറ്റർ എന്ന നിലയിൽ, ഒരു ഉടമ എന്ന നിലയിൽ ശ്രീകണ്ഠനാരായണൻ തന്റെ മാധ്യമ പ്രവർത്തകരെ ശാസിച്ചതും ശകാരിച്ചതും ഒന്നും വാർത്തയാക്കാൻ മാത്രം വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശ്രീകണ്ഠനാരായണൻ ഉന്നയിച്ച യഥാർത്ഥ വിഷയം അവരുടെ ടീമിലെ ഒരു ഈഗോ ക്ലാഷാണ്. ദീപക് ധർമ്മടം എന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീകണ്ഠനാരായണൻ വലങ്കയായുണ്ട്. ദീപക് ധർമ്മടമാണ് പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട്, മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട്, പിണറായിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് CPM-ന് അനുകൂലമായി 24 നിലനിർത്തുന്ന പ്രധാന ഘടകം ദീപക് ധർമ്മടമാണ്. ദീപക് ധർമ്മടത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. വാർത്തയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി തുടങ്ങിയ ആരോപണം പോലും ദീപക് ധർമ്മടത്തിനെതിരെ. പക്ഷേ ശ്രീകണ്ഠനാരായണൻ ഒരിക്കലും അയാളെ കൈവിടില്ല, പ്രൊമോഷൻ കൊടുത്തു നിർത്തും. കുട്ടിൽ മരമൊരു കേസിൽ നിരപരാധിയായ ഉദ്യോഗസ്ഥനെ